ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കിതാബുൽ ഉമ്മിൽ പറഞ്ഞതായിട്ട് കാണുന്നുണ്ട് എന്ന് മുജാഹിദുകൾ പറയുന്നു. മക്കയിലെ ഭരണാധികാരികൾ കെട്ടിപ്പൊക്കിയ ഖബറുകളെല്ലാം പൊളിക്കാൻ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഖബറ് കെട്ടിപ്പൊക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? മഹാന്മാരുടെ മക്ബറകളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചോദ്യം വന്നിട്ടുള്ളത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം വന്നത്. ഏതായിരുന്നാലും കിതാബിന്റെ ഉദ്ധരണിയൊന്നും ചോദ്യത്തിൽ പരാമർശിക്കപ്പെടാത്തത് കൊണ്ട് കൂടുതലായി വിശദീകരണങ്ങൾ ഇപ്പോൾ വേണമെന്ന് തോന്നുന്നില്ല. അഥവാ വല്ല ഇത്തരം വാദങ്ങൾ ഇപ്പോൾ ചോദിച്ച ആ ചോദ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്ന അത്തരം വല്ല വഹാബികളോ തത്തുല്യ ചിന്താഗതിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മൈക്കിൽ വരാം, നമുക്ക് വിശദമായിട്ട് ചർച്ച നടത്തുകയും ചെയ്യാം. ഏതായിരുന്നാലും ഇപ്പോൾ ചോദിച്ച വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്, ചോദ്യത്തിൽ തന്നെ പറഞ്ഞത് മക്കയിലുള്ള ഭരണാധികാരികൾ അവർ കെട്ടിപ്പൊക്കിയ ഖബറുകളെയൊക്കെ പൊളിച്ചു കളയാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു എന്ന് ഷാഫി ഇമാമിന്റെ കിതാബിലുണ്ട് എന്നാണ്. അത് ആ ചോദ്യത്തിൽ തന്നെ അതിന്റെ വിശദീകരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്. ഏതായിരുന്നാലും സാധാരണ മറ്റുള്ള വിഷയങ്ങൾക്കൊക്കെയും വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും തെളിവുകൾ, ആയത്തുകളും ഹദീസുകളും ഒക്കെ ദുർവ്യാഖ്യാനിച്ചിട്ടാണെങ്കിലും തെളിവായിട്ട് ഉപയോഗപ്പെടുത്തുന്ന വഹാബികൾക്ക് മറ്റു പല വിഷയങ്ങളെപ്പോലെ തന്നെ ഈ വിഷയത്തിനും അവർക്ക് ഖുർആനിന്റെ ആയത്തുകളോ ഹദീസുകളോ ഒന്നും തെളിവായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇത്തരം പരാമർശങ്ങളിലേക്ക് അവർ പോകുന്നതില്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മഹാന്മാരുടെ മക്ബറകൾ, അവരുടെ ഖബറുകൾ, അത് സാധാരണ മറ്റുള്ള ആളുകളുടെ ഖബറുകളെ പോലെ സാധാരണ നമുക്കറിയാം, സാധാരണക്കാരായ ഒരാൾ മരണപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഖബറിന്റെ അരികിലേക്ക് വരിക അവരുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ മായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും. എന്നാൽ മഹാന്മാരായ ആളുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും സദാ മുഅ്മിനീങ്ങൾ സിയാറത്തിന് വരിക എന്നത് നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം സിയാറത്തുകൾ സജീവമായി നടക്കുന്ന സ്ഥലങ്ങളാകുമ്പോൾ ആ ഖബറുകൾ മറ്റുള്ള ഖബറുകളിൽ നിന്ന് വ്യതിരക്തമാകുന്ന രൂപത്തിൽ അതിന് പ്രത്യേകം ചില അടയാളങ്ങൾ നമുക്കറിയാം. അത് പഴയ കാലങ്ങളിൽ തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ്. അത്തരം ഖബറുകൾ സാധാരണക്കാരുടെ ഖബറുകളെ പോലെയല്ല നമ്മൾ കാണാറുള്ളത് എന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ ലൈവിൽ കേട്ടതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ ഒക്കെയും മുൻഗാമികളായ നമ്മുടെ അയിമ്മത്ത് അവരുടെ ഖബറിന്റെ മുകളിൽ കുബ്ബയുള്ളതും ഖബറുകൾ ഉയർത്തപ്പെട്ട രൂപത്തിലുള്ളതുമൊക്കെ ധാരാളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വഹാബിസം അവരുടെ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് പഴയ കാലങ്ങളിൽ മഹാന്മാരുടെ ഖബറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന അത്തരം കുബ്ബറുകളെ, ജാറങ്ങളെ തച്ച് തകർക്കുകയും അങ്ങനെ ഇസ്ലാമികമായ പഴയ ആ ചൈതന്യത്തിന് അവർ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു എന്നത് ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഖബറുകൾ, മഹാന്മാരുടെ ഖബറുകൾ സാധാരണക്കാരുടെ ഖബറുകളെ പോലെ അല്ല എന്ന് നമുക്ക് മഹാന്മാരായ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇനി അത് കൂടുതൽ അതിൽ വിശദീകരിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ അത്തരം ഏതാണോ അവരുദ്ദേശിക്കുന്ന
ഇമാമുകളുടെ കിതാബുകളിൽ പറഞ്ഞ വാചകങ്ങൾ അത് സഹിതം വന്നാൽ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് ചർച്ചകൾ നടത്താം. ഇപ്പോൾ കൂടുതൽ ചർച്ചകളുടെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് തൽക്കാലം ഇങ്ങനെ ചുരുങ്ങിയ ഭാഷയിൽ മാത്രം അത് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും മൈക്കിൽ വരാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരൊക്കെ താഴെയുണ്ട്, കോട്ടൂർ ഉസ്താദുണ്ട്, പയ്യോളി ഉസ്താദുണ്ട്. എല്ലാവരും ആവശ്യം പോലെ മൈക്കിലേക്ക് വരും എന്നും ഓർമ്മപ്പെടുത്തുന്നു. തൽക്കാലം ഞാൻ മൈക്ക് കൊടുക്കുന്നു. ഉസ്താദുമാരെയൊക്കെ മുകളിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഈ മലക്കുൽ മൗത്ത് അസ്രായിൽ എന്നും സക്രാത്തുൽ മൗത്ത് അസ്രായിൽ എന്നും പറയുന്നു. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അങ്ങനെ പറയാൻ പാടുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട എച്ച് ഉസ്താദ് അല്പം തിരക്കിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഉസ്താദ് ആ മൈക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ചത് മലക്കുൽ മൗത്ത് അസ്രായീലെന്നും സക്കറാത്തുൽ മൗത്ത് അസ്രായീലെന്നും പറയപ്പെടുന്നത് കേൾക്കുന്നുണ്ട്. എന്താണിത് തമ്മിലുള്ള വ്യത്യാസം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷെ ഈ സക്കറാത്തുൽ മൗത്ത് എന്ന് അസ്രായീൽ അലൈഹിസ്സലാമിന് അങ്ങനെ പറഞ്ഞതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. സക്കറാത്തുൽ മൗത്ത് ഇല്ലേ ഉസ്താദേ? അങ്ങനെ സക്കറാത്തുൽ മൗത്ത് എന്ന് ആ മലക്കുൽ മൗത്തിന് അങ്ങനെ ഒരു വിശേഷണം പറഞ്ഞതായി ഇതുവരെ കേട്ടിട്ടില്ല. അല്ലാഹു അഅലം, എന്റെ ദൃഷ്ടിയിൽ അങ്ങനെ പെട്ടിട്ടില്ല. സക്കറാത്തുൽ മൗത്തിന് സക്കറാത്തുൽ മൗത്തിന് അങ്ങനെ അദ്ദേഹം തെറ്റിദ്ധരിച്ചതോ അങ്ങനെ ഇല്ല. അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ്. കൊടൂർ ഉസ്താദ് ഉണ്ടല്ലോ ഇവിടെ അല്ലെ? ഉസ്താദ് അങ്ങനെ ഇല്ലല്ലോ അല്ലെ? സക്കറാത്തുൽ മൗത്തിന് എന്തായാലും അങ്ങനെ പിന്നെ മലക്കുൽ മൗത്തിന് അങ്ങനെ ഒരു പേര് പറഞ്ഞതായിട്ട് ഉസ്താദിന്റെ അറിവിലും ഈ ഉസ്താദ് ഒക്കെ ഉണ്ട്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. ആ ഉസ്താദുമാർ കേട്ടിട്ടുണ്ടെങ്കിൽ ഉസ്താദുമാർ പറയും. ഏതായാലും ഉസ്താദുമാർ അത് കേട്ടിട്ടില്ല എന്നാ മനസ്സിലാക്കണേ. അപ്പൊ സക്കറാത്തുൽ മൗത്ത് എന്ന് ഓക്കെ, ജസാക്കുമുല്ലാഹ്, ഉസ്താദ് കേട്ടിട്ടില്ല. കോട്ടൂർ സഖാഫി ഉസ്താദ് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉസ്താദും കേട്ടിട്ടില്ല. ഓക്കെ, നമുക്കറിയില്ല. അപ്പൊ ഉസ്താദുമാർക്കും അങ്ങനെ അറിവപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ സക്കറാത്തുൽ മൗത്ത് എന്നൊരു പേര് മലക്കുൽ മൗത്തിന് അഥവാ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അങ്ങനെ പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ പറയപ്പെടുന്നതായിട്ട് ഇതുവരെ അറിവിൽ പെട്ടിട്ടില്ല. എന്നാലല്ലേ അതിന്റെ ഡിഫറൻറ്റ് പറയേണ്ടത്. സക്കറാത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാല് മരണ സമയത്തുള്ള വെപ്രാളം, വേദന, ആ ഒരു ഭയാനകത. മരണസമയത്ത് ഒരു മനുഷ്യൻ റൂഹ് അഥവാ ദേഹിയിൽ നിന്ന് വിട്ടുപിരിയുമ്പോ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ, അതിനാണ് സക്കറാത്തുൽ മൗത്ത് എന്ന് പറയാം. മലക്കുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് അഥവാ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് എന്ന അർത്ഥത്തിലാണ് മലക്കുൽ മൗത്ത് എന്ന് പറയുന്നത്. സക്കറാത്തുൽ മൗത്ത് എന്ന് പറയുന്നത് ആ മരിക്കുന്ന സമയത്ത് അഥവാ റൂഹ് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിയുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു അവസ്ഥ, അതിനാണ് സക്കറാത്തുൽ മൗത്ത് എന്നും പറയുക. അല്ലാഹു അഅലം. ഇനി എന്താണ് അതിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ചോദിക്കാതെങ്കിൽ മറ്റുള്ള ചോദ്യങ്ങളിലേക്ക് വരാവുന്നതാണ്. ഉസ്താദുമാരൊക്കെ ഉണ്ട്. വബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും. എൻ്റെ റബ്ബേ, ഇതേറ്റാണ് സക്കറാത്തുൽ മൗത്ത് എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ MSKന്റെ സൗണ്ടേ എന്തോ ഒരു കുഴപ്പമുണ്ട് മൈക്കിന്. അതുകൊണ്ട് മൈക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് എടുക്കുക. പിന്നെ വേറെ ഒന്ന് രണ്ട് ആളുകൾ റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്, അവർക്ക് മൈക്ക് എടുക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. സുന്നികൾ വീടുണ്ടാക്കുമ്പോൾ മാഷാ അല്ലാ, തബാറക്കല്ലാ എന്ന് എഴുതി ബോർഡുകൾ തൂക്കുന്നുണ്ട്. അതിന് വല്ല പ്രമാണങ്ങളും ഉണ്ടോ? ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹാബത്തിൽ ഫായിസീന ബിറിദ്വാനില്ലാഹി. അമ്മാ ബഅദ്.
പയ്യോളി ഉസ്താദ് മൈക്കെടുത്തത് കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മൈക്കിലേക്ക് വന്നത്. സുന്നികൾ വീടുണ്ടാക്കുമ്പോൾ മാഷാ അല്ലാ തബാറക്കല്ലാ എന്നൊക്കെ എഴുതി വെക്കൽ കാണാറുണ്ട്. അതിന് വല്ല പ്രമാണമുണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ മാഷാ അല്ലാ കണ്ണേറിനുള്ള മരുന്നാണ്. അത് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പഠിപ്പിച്ചതാ. അല്ലേ? സൂറത്തുൽ കഹ്ഫിൽ പിന്നെ ഒരു ആയത്തുണ്ടല്ലോ, പിന്നെ എന്താണ് ആയത്ത്? ഖുൽ തമാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിന് തുടക്കം എന്ത് ചെയ്യുന്നു സക്കി ഉസ്താദെ? അപ്പൊ മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നത് ഒരാള് അയാളുടെ മുതലിലോ വീടിലോ പിന്നെ മക്കളിലോ അങ്ങനെ അയാളുമായി ബന്ധപ്പെട്ട വല്ലതിലും, അയാളുടെ കച്ചവടത്തിലോ, പിന്നെ വലാ തഖൂലന്ന അല്ല ഇതാണ് വലൗല ഇത് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കണ്ടോ? നിങ്ങളുടെ തോട്ടത്തിലേക്ക് കടന്നപ്പോൾ നിങ്ങൾക്ക് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതിൻ്റെ തഫ്സീർ പരിശോധിച്ചാൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് അവിടെ റിപ്പോർട്ട് ചെയ്തത് കാണാം. എന്താണ് ആ ഹദീസ് പറയുന്നത്? ഒരാള് അയാളുടെ സമ്പത്തിലോ ജോലിയിലോ മക്കളിലോ കുടുംബത്തിലോ വീട്ടിലോ അങ്ങനെ അയാളുമായി ബന്ധപ്പെട്ടൊരു ഖൈറായ കാര്യത്തിൽ സന്തോഷകരമായ അവസ്ഥ കാണുമ്പം മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് അയാൾ പറയുകയാണെങ്കിൽ അയാൾക്ക് ആ സന്തോഷം എന്നും കാണാമെന്നും അതിൻ്റെ പേരിൽ അതായത് ആ എന്തെന്നൊരു സന്തോഷം കണ്ടിട്ടാണോ അയാളത് ചൊല്ലിയത് അതിൽ അയാൾക്ക് പിന്നെ വിഷമകരമായൊരു സാഹചര്യം കാണാൻ ഗതികേടുണ്ടാകില്ല എന്നൊക്കെ ഹദീസിൽ കാണാം. അപ്പൊ കണ്ണേറിനുള്ള മരുന്നായിട്ടാണ് മാഷാ അല്ലാഹു പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് ചൊല്ലാൻ കൽപ്പന ഉണ്ട്. പിന്നെ അതുകൊണ്ടാണ് പലയിടത്തും അങ്ങനെ എഴുതി കാണുന്നത്. അത് മാഷാ അല്ലാ എന്ന് എഴുതി വെച്ചാൽ അത് കാണുന്നവനും മാഷാ അല്ലാണ്ട് പറഞ്ഞോളല്ലോ. അതാണ് എൻ്റെ ചുരുക്കം. ഓക്കെ, മൈക്കും. അസ്സലാമു അലൈക്കും. ഉസ്താദേ, ജീവിച്ചിരിക്കുന്നവരുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് വീട്ടിനുള്ളിൽ തൂക്കാൻ പറ്റുമോ? ഫോട്ടോ സംസ്കാരം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതല്ല. അതിന് ജീവിച്ചിരിക്കുക മരിച്ചോരാകുക എന്ന വ്യത്യാസമൊന്നുമില്ല. ഒരു ജീവി, അത് മനുഷ്യനായാലും ഇതര ജീവികളായാലും, ആ ജീവിയുടെ ഹയാത്ത് നിലനിൽക്കുന്ന രീതിയിൽ ഉള്ള ഒരു ജീവി, അതിൻ്റെ രൂപമുണ്ടാകുന്നിടത്തേക്ക് മലായിക്കത്ത്, റഹ്മത്തിൻ്റെ മലായിക്കത്ത് വരൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തുള്ള വീട്ടിലേക്ക് റഹ്മത്തിൻ്റെ മലായിക്കത്ത് വരൂല. ആ സൂറത്ത് എന്താണ് എന്നുള്ള വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും പിന്നെ അങ്ങനെയാണ് ഇതിൻ്റെ നിയമം. അപ്പോൾ ഫോട്ടോ, ആളുകളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ ഫ്രെയിമാക്കി വെക്കുക എന്ന് പറഞ്ഞത് അതിനെ അത്തരം ഒരു രീതിയിൽ ആദരണീയമായി തോന്നിപ്പിക്കുന്ന രീതിയിൽ വെക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ആദർശ ചർച്ചയുടെ സമയമാണ്. മാക്സിമം ആദർശ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചാൽ അതാണ് ഉചിതം. അതേ സമയത്ത് ആദർശ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഒരു ചോദ്യം വേണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ഇനി ഫിഖ്ഹിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചാലും ഇൻഷാ അല്ലാഹ് അറിയുന്ന കാര്യങ്ങൾ ഉസ്താദുമാരാരെങ്കിലുമൊക്കെ പറയും. ഓക്കെ, മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് ഈ എന്താണ് ഇസ്തിഹാസത്തെ പറ്റിയാണ് അറിയാൻ വേണ്ടിയത്. ഇപ്പോൾ നമ്മളിങ്ങനെ റസൂലുള്ളാഹിയോടൊക്കെ ചോദിക്കുമ്പോൾ അത് എങ്ങനെയാണ് നമ്മളെ ചോദ്യം അവർക്ക് എത്തിപ്പെടുക? ഇത് മലക്കിന്റെ മുഖയാണോ അല്ലെങ്കിൽ അവർ ഡയറക്റ്റായിട്ട് അവർ അത് അറിയാൻ പറ്റുമോ? അതാണ് ഒരു ഫസ്റ്റ് ചോദ്യം. സെക്കൻഡ് ചോദ്യം, നമ്മളെ വിശ്വാസം എങ്ങനെ
എങ്ങനെ ചോദിക്കേണ്ടത്, അതായത് അള്ളാഹുവിനോട് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ചോദിക്കാൻ പറ്റുമോ, അല്ലാതെ അവരോട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ എങ്ങനെ അത് ചോദിക്കേണ്ടത്? ഇതാ 2 ക്വസ്റ്റ്യൻസിനാണ്. വലൈക്കും അസ്സലാം വറഹമത്തുള്ള. ഫ്രീ തിങ്കർ അല്പസമയം വെയിറ്റ് ചെയ്യുക, ഇൻഷാ അല്ലാ ഇനി നിങ്ങൾക്ക് ചാൻസ് തരും. എന്നെ മുമ്പ് മുസ്തഫ എന്ന ഐഡിയിൽ നിന്ന് 1-2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ഇസ്തിഗാസയെ കുറിച്ചാണ് ചോദ്യം. മഹാന്മാരായ ആളുകളോട് നമ്മൾ ചോദിക്കുമ്പോൾ ആ ചോദ്യം അവരെങ്ങനെയാണ് കേൾക്കുക? മലക്കുകളുടെ സഹായത്തോടെയാണോ അല്ലാതെയാണോ എന്നാണ് ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്തും സലാമും ചൊല്ലുമ്പോൾ അത് എത്തിച്ചു കൊടുക്കാൻ തന്നെ അല്ലാഹു തആല ചില മലക്കുകളെ നിയമിച്ചിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഹദീസുണ്ട്. മനസ്സിലായോ? അതേ സമയത്ത് മഹാന്മാരായ ആളുകളും മുഅ്മിനീങ്ങളായ മരണപ്പെട്ടുപോയ ആളുകളും ഇനി മോമിനീങ്ങളല്ലാത്തവരും മരണപ്പെട്ടാൽ കേൾക്കുമെന്ന് തെളിയിക്കുന്ന ഹദീസുകളും ആയത്തുകളും ധാരാളമുണ്ട്. അതേ സമയത്ത് കേൾക്കുന്നവരോടൊക്കെ എല്ലാം ചോദിക്കാനൊന്നും പറ്റൂല എന്ന് പഠിപ്പിച്ച ഹദീസും ഉണ്ട്. അത് ദുനിയാവിൽ തന്നെ ജീവിതകാലത്ത് തന്നെ അങ്ങനെയല്ലോ. കേൾക്കുന്ന വെച്ചിട്ട് ഇപ്പം എല്ലാം ചോദിക്കാൻ പറ്റൂ? പലിശക്കാരനോട് കടം ചോദിച്ചാൽ വേഗം തരും എന്നുവെച്ചിട്ട് ചോദിക്കാൻ പറ്റുമോ? അയാൾ കേൾക്കാത്തത് കൊണ്ടല്ല, കേൾക്കും ചെയ്യും, തരാൻ സന്നദ്ധനുമാണ്, പക്ഷേ അത് ചോദിക്കാൻ പാടില്ല. അപ്പോൾ മരണാനന്തരവും കേട്ടു എന്നതുകൊണ്ട് ചോദിക്കാമെന്ന് വരില്ല. ഞാനത് പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഹദീസുകൾ പരിശോധിക്കുമ്പോൾ മരണപ്പെട്ട ഉഹുദ് ബദർ യുദ്ധത്തിലൊക്കെ കൊല്ലപ്പെട്ട അമുസ്ലിമീങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു എന്ന ഹദീസ് മരണപ്പെട്ടവർ കേൾക്കുമെന്നതിന് തെളിവായി പറയുമ്പോൾ ചില പുത്തൻവാദികൾ ചോദിക്കാറുണ്ട്, എന്നാൽ പിന്നെ ഓരോടും ചോദിച്ചൂടെയെന്ന്. അപ്പൊ കേൾക്കോ ഇല്ലേ എന്ന ചർച്ച ഒന്ന് വേറെയും ചോദിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള ചർച്ച ഒന്ന് വേറെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഏതോ ആവട്ടെ, കേൾക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന എന്തെങ്കിലും സബബിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. ചിലപ്പോൾ മലായിക്കത്തിന്റെ ഇടപെടൽ ഉണ്ടായേക്കാം. ഏതായാലും ശരി, കേൾക്കും, അതിൽ തർക്കമൊന്നുമില്ല. പിന്നെ രണ്ടാമത് ചോദിച്ചിട്ടുള്ള ചോദ്യം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുമ്പോഴും മറ്റവരോട് ചോദിക്കുമ്പോഴും, അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ചോദിക്കുമ്പോഴും നമുക്കുണ്ടാകേണ്ട കാഴ്ചപ്പാട് എന്താണ്? അങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഏത് കാര്യവും അള്ളാഹിനോട് നമ്മൾ ചോദിക്കാറുണ്ട്. ഭക്ഷണം തരാനും അള്ളാഹിനോട് പറയാറുണ്ട്. അത് അള്ളാഹുവാണ് അതിൻ്റെ യഥാർത്ഥ ദാതാവ് എന്ന വിശ്വാസത്തിൽ അള്ളാഹു മാത്രമാണ് അത് നൽകാൻ സ്വതന്ത്ര അധികാരമുള്ളവൻ എന്ന വിശ്വാസത്തിലാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അള്ളാഹു അല്ലാത്ത ആരോടും ഒരു മുഅ്മിനായ മനുഷ്യൻ ഏത് വിഷയം ചോദിച്ചാലും അത് മാക്സിമം പോയാൽ അതിൻ്റെ കാരണക്കാരൻ എന്ന നിലക്ക, അതിൻ്റെ സൃഷ്ടാവ് എന്നോ സ്വതന്ത്രനായ ദാതാവ് എന്ന നിലക്കോ അല്ല അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നത്. അതേ കാഴ്ചപ്പാടാണ് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചാലും മരിച്ചവരോട് ചോദിച്ചാലും അള്ളാഹു അല്ലാത്തവരോടുള്ള ചോദ്യങ്ങളിൽ അവർ നാം ചോദിക്കുന്ന സംഗതി നമുക്ക് സൃഷ്ടിച്ചു തരാൻ കഴിവുള്ളവരോ അത് സ്വതന്ത്രമായി തരാൻ കഴിവുള്ളവരോ ആണ് എന്ന വിശ്വാസത്തിലല്ല, നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു തരാൻ ഇവരോട് ചോദിക്കുന്നത് കാരണമാണ് എന്ന നിലക്കാണ്. അല്ലാതെ ജീവിതവും മരണവും ഒന്നും ആ വിഷയത്തിൽ എന്തില്ല, ഒരു വ്യത്യാസവും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. ഇത് മനസ്സിലായി. ഇപ്പൊ നമ്മളൊരു ഔലിയാക്കളോട് ചോദിക്കുമ്പോ അതിപ്പോ അവർക്ക് എത്തിപ്പെട്ടോ ഇല്ല എന്നൊന്നും നമ്മൾക്കൊരു ഇത് ഇല്ല. അത് കറക്റ്റായിട്ട് നമ്മൾക്ക് അറിയില്ല. അത് പിന്നെ അവർക്ക് എത്തിപ്പെട്ടോ അവരത് നമ്മളെ ദുആ സ്വീകരിച്ച് അത് അള്ളാഹുവിനോട് അത് എത്തിപ്പെടുമോ ഇല്ലയോ എന്ന് അതറിയില്ല. പക്ഷെ അതേ ഒരു അള്ളാഹുവിനോട് നമ്മൾ ഡയറക്റ്റായി ചോദിക്കുമ്പോൾ അത് അള്ളാഹു കേൾക്കും എന്നുള്ള വിശ്വാസം 100% ഷുവറാണ് അതിൽ. അപ്പോൾ
ഇതൊരു സംശയമുണ്ട്. ഇത് എങ്ങനെ ഇതൊന്ന് മനസ്സിലാക്കി തന്ന നല്ലതായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറഞ്ഞിടത്ത് തന്നെ ഉണ്ട്. ഒന്ന്, അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ 100% ഉറപ്പാണെന്ന്. ഉറപ്പെന്തേ ഉള്ളൂ? അള്ളാഹു കേൾക്കുമെന്നേ ഉറപ്പുള്ളൂ. സ്വീകരിച്ചോ ഇല്ലേന്ന് നമുക്ക് ഉറപ്പുണ്ടോ? സ്വീകരിച്ചോ ഇല്ലേന്ന് നമുക്ക് ഉറപ്പില്ല. ഒന്ന്. രണ്ടാമത്തത്, മഹാന്മാരോട് ചോദിക്കുന്നത് മഹാന്മാർ സ്വമേധയാ തരാനല്ല, നേരെ മറിച്ച് തരുന്നവൻ അള്ളാഹുവാണ്. ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു ഹുവൽ മുഅ്തി. ദാതാവ് യഥാർത്ഥത്തിൽ അള്ളാഹുവാണ്. അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ മഹാന്മാരോട് ചോദിക്കുമ്പോഴും ദാതാവ് അള്ളാഹുവാണ്. മഹാന്മാരോട് ചോദിക്കുന്നത് അത് കിട്ടാനുള്ള കാരണക്കാരാണ് എന്ന നിലക്കാണ് എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്ന നമ്മൾ മഹാന്മാര് നമ്മൾ ചോദിക്കുന്നത് കേട്ടാലും കേട്ടിട്ടില്ലെങ്കിലും, ഇനി അഥവാ കേട്ടിട്ടില്ല എന്ന് നോക്കുക, എന്നാലും യഥാർത്ഥ ദാതാവായ അള്ളാഹു അത് കേൾക്കുന്നുണ്ടല്ലോ. അള്ളാഹുവിനെ അറിയും ചെയ്യാം. നമ്മൾ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനും അള്ളാഹുവാണ് യഥാർത്ഥ ദാതാവ് എന്ന് ദൃഢനിശ്ചയമുള്ളവനും മാത്രമല്ല, അള്ളാഹുവിന്റെ അടിമ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അവൻ സ്നേഹിക്കുന്ന, അവൻ പൊരുത്തപ്പെട്ട അടിമ എന്ന നിലക്ക് ഈ മഹാനോട് മഹബത്ത് വെച്ചുകൊണ്ടുമാണ് നമ്മൾ അവരെ ഇതിൽ ഇടപെടുത്തുന്നത് എന്നും യഥാർത്ഥ ദാതാവായ അള്ളാഹുവിന് അറിയാമല്ലോ, അല്ലേ? അപ്പൊ രണ്ട് ചോദ്യത്തിലും യഥാർത്ഥ ദാതാവിന് വിഷയം അറിയുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആ വിഷയത്തിലുള്ള സംശയം അസ്ഥാനത്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ക്ലിയർ ആകാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. കേൾക്കാമോ സഹോദരങ്ങളെ? എന്റെ ശബ്ദം കേൾക്കാമോ? ഹലോ 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 അപ്പൊ ഉസ്താദ്, അപ്പൊ നമ്മൾ ഇസ്തിഹാസന്റെ വിഷയം പറഞ്ഞല്ലോ. സാധാരണഗതിയിൽ ചോദിക്കുന്നത് പോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഔലിയാക്കന്മാരോടും ചോദിക്കുന്നു എന്നൊക്കെയാണ് പറയണത്. ഓക്കെ, പക്ഷെ നമ്മൾ ചോദിക്കുന്നത് സാധാരണഗതിയിൽ ഇപ്പൊ നമ്മളൊന്നും ഇപ്പൊ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാന്ന് തീർച്ചയാക്കാറില്ല, അല്ലെ? അങ്ങനല്ല, നമ്മൾ ചോദിക്കുന്നു, അതിന് ഉത്തരം കിട്ടുന്നു, കലാ. ഹലോ, കേക്കാലോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മളെ നാട്ടിൻപുറങ്ങളിലൊക്കെ പിന്നെ ഈ ഒരു കുത്തുബിയത്ത് തീർച്ചയാക്കലുണ്ട്. അത് നമ്മളിപ്പോ ഒരു കുത്തുബിയത്ത് സാധാരണഗതിയിൽ ഇപ്പൊ ഒരാൾ നേർച്ചയിതാക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് പിന്നെ നടക്കാൻ വേണ്ടിയിട്ടാണ്, കാര്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല വിളിക്കല്. നടന്നതിന് ശേഷം പിന്നെ വിളിക്കണതിന്റെ ഒരു അർത്ഥം നമുക്ക് ഒരു ഇന്നതയിലുണ്ടല്ലോ. അപ്പൊ അത് മനസ്സിലാവണ ഞാൻ പറഞ്ഞത്. ശബ്ദം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങളെ ചോദ്യം എനിക്ക് മനസ്സിലായി. അതായത് കുത്തുബിയത്തൊക്കെ മഹാനെ വിളിക്കുകയാണല്ലോ കുത്തുബിയത്തിൽ നടക്കുന്നത്. അത് മാത്രമല്ല കുത്തുബിയത്തിലുള്ളത്. ഒന്നാമത് നിങ്ങളത് മനസ്സിലാക്കുക. ഈ കുത്തുബിയത്തിനെ കുറിച്ച് പല ആൾക്കാർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. അന്വേഷിച്ച് നോക്കുമ്പോൾ കുത്തുബിയത്തിൽ കൂടാത്ത ആളുകൾക്കാണ് കുത്തുബിയത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണ. അല്ലെങ്കിൽ കുത്തുബിയത്ത് കൂടിയെങ്കിൽ തന്നെയും അതെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാത്ത ആളുകൾക്കാണ് കുത്തുബിയത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണ. അപ്പൊ കുത്തുബിയത്തില് മഹാന്മാരെ വിളിക്കുക മാത്രമല്ല ഉള്ളത്. ഒന്ന്, അത് മനസ്സിലാക്കുക. രണ്ടാമത്തെ, നിങ്ങളെ ചോദ്യത്തിന്റെ പ്രസക്ത ഭാഗം അതല്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കണില്ല. നിങ്ങളെ ചോദ്യത്തിന്റെ പ്രസക്ത ഭാഗം എന്താ? നമ്മൾ ആവശ്യം നടന്നതിന്, അതായത് ചില ആൾക്കാർ കുത്തുബിയത്ത് നേർച്ചയാക്കലുണ്ട് ഒരു വിഷയം നടക്കാൻ വേണ്ടിയിട്ട്. നടന്നു കഴിഞ്ഞിട്ട് പിന്നെന്താക്കും? വിളിക്കും. അതെന്തിനാണ് പിന്നെ വിളിക്കുന്നത്? നടക്കണതിന്റെ മുമ്പല്ലേ വിളിക്കേണ്ടത് എന്നാണ്. നിങ്ങൾക്ക് ആ ചോദ്യം മനസ്സിലാകാൻ വേണ്ടി, ആ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാകാൻ വേണ്ടി ഞാൻ വളരെ സിമ്പിളായൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ മൈക്ക് എടുത്തതിന് ജവാബൊന്നും പറയണ്ട, ഒരു ടെക്സ്റ്റ് അടിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകാനാണ്. നമ്മൾ പിന്നെ മുസ്ലിമീങ്ങളാണ്, അല്ലേ? ഈമാനുള്ളവരാണ്,
അതുകൊണ്ടാണല്ലോ നമ്മൾ 5 നേരം നിസ്കരിക്കുന്നത്. നമ്മൾ മുസ്ലിമീങ്ങളായതുകൊണ്ടാണ് നമ്മൾ നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇസ്ലാമിലേക്ക് ഒരാൾ എത്തുക എന്നാണ് ഹിദായത്ത് കിട്ടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഹിദായത്ത് കിട്ടിയ നമ്മൾ പിന്നെ നിസ്കരിക്കുമ്പോൾ പറയുന്നത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഹിദായത്താക്കണേ എന്നാ. ഇനിയും പറഞ്ഞെന്താ? ഹിദായത്താക്കണേ എന്നാ. അപ്പൊ ആദ്യം നമുക്ക് ഹിദായത്ത് ഇല്ലായിരുന്നു എന്നാണോ ഇപ്പൊ ഇതിന്റെ അർത്ഥം? അല്ലല്ലോ. ഹിദായത്താക്കണേ എന്ന് വീണ്ടും പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തല്ല? ആദ്യം നമുക്ക് ഹിദായത്ത് ഇല്ലായിരുന്നു എന്നല്ല. പിന്നെന്താ? അതിന് വേറെ പല അർത്ഥ സാധ്യതകളും മഹാന്മാര് പറയുന്നുണ്ട്. ഹിദായത്ത് ഉറപ്പിക്കണേ എന്നാകാം, അല്ല ഹിദായത്തിൽ ഇനിയും വർധനവ് നൽകണേ എന്നുമാകാം. ഇതുപോലെ തന്നെ നമ്മുടെ ഒരു കാര്യം സാധിച്ചെങ്കിലും നമുക്ക് പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കോരായണ എന്ന് പറഞ്ഞില്ലേ, അതേമാതിരി പറ്റൂലല്ലോ. അപ്പോ കാര്യം സാധിച്ചുവെങ്കിലും ഇനിയും നമുക്ക് ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഇവിടെ സാധിക്കാനൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇനിയും സഹായങ്ങൾ ഉണ്ടാകണം. സാധിച്ച കാര്യം അതിൻ്റെ നല്ല നിലയിൽ തന്നെ അത് നിലനിന്ന് കിട്ടാനും സാധിക്കണം. അതായത് അള്ളാഹുവിനോട് നമുക്കുള്ള ആവശ്യം ഒരിക്കലും തീരുന്നില്ല. ആ ആവശ്യം അവതരിപ്പിക്കലാണ് ദുആ. അതിന് പല രീതികളുണ്ട്. ആ പല രീതികളിൽ ഒന്നാണ് മഹാന്മാരോട് ഇടതേടിക്കൊണ്ട് ദുആ ചെയ്യുക എന്നത്. ആ ദുആയാണ് സത്യത്തിലെ കുതുബിയത്ത്. മഹാന്മാരോട് ദ്വാരക്കല്ല, മഹാന്മാരെ വസീലയാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാരക്കുക. അങ്ങനെ വസീലയാക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ച ഒരു ശൈലിയിലുള്ള ഒരു ഇബാദത്താണ് സത്യത്തിൽ കുതുബിയത്തിലൂടെ നടക്കുന്നത്. അത് അള്ളാഹുവിന് മാത്രമുള്ള ഇബാദത്താണ്. ഇബാദത്തിൽ വേറെ ആർക്കും അതിൽ പങ്കാളിത്തല്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാവുന്നതാണ്. മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ആദർശ ചർച്ചയുടെ സമയമാണെന്ന് അറിയാം. കാരണം അല്ലെങ്കിൽ ഈ ജോലി സമയത്തായിരിക്കും ഫിഖ്ഹി മസലകൾക്കുള്ള ക്ലാസ് ഉണ്ടാകും. അതുകൊണ്ട് അപ്പൊ ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഞാൻ മുമ്പ് ഒരു ദിവസം ടെക്സ്റ്റ് അടിച്ചിരുന്നു, മറുപടി ആരും തന്നു. PM അടിച്ചാലും മതിയായിരുന്നു. അതായത് ഈ സൗദി അറേബ്യയിലൊക്കെ ഉള്ള ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റില്ല എന്നാണ് എന്റെ ചോദ്യം. കാരണം നമ്മുടെ നാട്ടിൽ കുട്ടിക്കാലത്ത് പഠിക്കുന്ന പോലെ I=PNR എന്ന ഫോർമുല വെച്ച് തന്നെയാണ് അവർ ഇൻട്രസ്റ്റ് ഫൈദ എന്ന് പറയുമെങ്കിലും ഇൻട്രസ്റ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പലിശ ഇടപാട് നടക്കുന്ന ബാങ്കുകൾ ഏത് രാജ്യത്തായാലും സെയിമാണ്. അതാണ് നമ്മളെ വിഷയം. അപ്പൊ പലിശ ഇടപാടാണ് നടക്കുന്നതെങ്കിൽ അത് പലിശ ഇടപാട് നടക്കുന്ന ബാങ്ക് ഇന്ത്യയിലാണെങ്കിലും സൗദിയിലാണെങ്കിലും വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിലാണെങ്കിലും അതെല്ലാം കണക്കാ. അതേ സമയത്ത് പലിശ ഇടപാട് ഇല്ലാത്ത ബാങ്കാണ് എന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ പേരിൽ ഇടപാടിൽ നിന്നും ഒഴിഞ്ഞിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ബാങ്കിൽ എന്ത് നടക്കുന്നു എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആ ബാങ്കുമായി നമ്മുടെ ഇടപെടൽ എന്തായിരിക്കണം എന്ന് തീർത്ത് പറയാൻ പറ്റുകയുള്ളൂ. അത് തീർത്തും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എന്താക്കാൻ പറ്റൂല, നമുക്ക് പിന്നെ അവർ ഫായിദ എന്ന് പറയുന്നത് ബട്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പറ്റൂല. ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് ബോധ്യമുണ്ട് നിൽക്കുക, അത് പലിശയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റൂല. സാധാരണ പലിശന്റെ ബാങ്കുകൾ ഏത് രാജ്യത്ത് നടന്നാലും അതിൻ്റെ ഇതൊന്നു തന്നെയാണ്. പക്ഷെ അവർ പേരെന്ത് ഇടുന്നു എന്നുള്ളതല്ല വിഷയം. ലാഭം എന്ന് പേരിട്ടാലും ഇൻട്രസ്റ്റ് എന്ന് പേരിട്ടാലും അത് പലിശയാണ് എന്ന വിഷയത്തിന് ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് അത് പലിശയാണെങ്കിൽ അത് പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ അതിന് കുഴപ്പമില്ല എന്നേ അതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കൂ. ഓക്കെ, മൈക്ക് ഫ്രീ. ഹലോ ഉസ്താദേ, ഇവിടെ പലിശ രഹിതമായ ബാങ്കുകൾ ഉണ്ടോ? ഇസ്ലാമിക് ബാങ്കിങ് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനത്തെ ബാങ്കുകൾ ഉണ്ടോ? ഉസ്താദിന്റെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സൗദി അറേബ്യയിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇടയ്ക്കൊരു സന്ദർശനം നടത്തി എന്നതിലുപരി
അവിടെ ബാങ്കുമായിട്ടും മറ്റൊന്നും എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അങ്ങനത്തെ ബാങ്ക് അവിടെ ഉണ്ടോ ഇല്ലേ എന്നൊന്നും വ്യക്തമായി പറയാൻ എനിക്ക് സാധിക്കൂല. പലിശയില്ലാത്ത ബാങ്കുകൾ ഉണ്ട് എന്നാണ് കേൾവി, അത്രേ എനിക്ക് പറയാൻ പറ്റൂ. യഥാർത്ഥത്തിൽ അതുമായി ഒന്നും ബന്ധപ്പെടാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ നമ്മളെ അമ്പലക്കട പറഞ്ഞ നിജസ്ഥിതി എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, മൈക്ക് ഫ്രീ. നമ്മുടെ മർക്കസ് തന്നെ പണയത്തിലാ അല്ലേ ഉസ്താദെ? മർക്കസ് തന്നെ പണയത്തിലാ, പിന്നെയാണ് ഇനിയിപ്പോ ഇൻട്രസ്റ്റ് ഫ്രീ ബാങ്ക്? നല്ല ചോദ്യം. അൻവർ അഹമ്മദ് വന്നണല്ലോ. ഇപ്പൊ ഒരു മർക്കസ് പണയത്തിലാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ കാര്യമായിട്ട് വന്നിക്കുന്നത്. അൻവർ അഹമ്മദ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് പഠിച്ചോട്ടെ കേട്ടോ. അതിനൊന്നും നിങ്ങൾ എന്താക്കണ്ട, വെറുതെ തടസ്സം നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളെ കൊണ്ട് ഏതായാലും ഒരു മസല പറഞ്ഞു കൊടുക്കാനോ ഫിഖ്ഹ് പറയാനോ അഖീദ പറയാനോ ഒന്നിനും നിങ്ങളെ കൊണ്ടോ നിങ്ങളെ മൗലവിമാരെ കൊണ്ടോ സാധിക്കണില്ല. അതുകൊണ്ടാണ് ആളുകൾ അവിടെ വന്ന് ചോദിക്കാത്തത്. നിങ്ങളതിന് ദേഷ്യം പിടിച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ. അപ്പം ആളുകൾ വന്ന് ചോദിച്ച് പഠിച്ചോട്ടെ, നിങ്ങളതിന് തടസ്സം നിൽക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിച്ച് പഠിച്ചോളി, അതിന് പറ്റിയൊരവസരമാണ്. പിന്നെ മർക്കസ് പണയം വെച്ചോ മറ്റേത് പണയം വെച്ചോ അതൊന്നിപ്പോൾ ചർച്ച ചെയ്തിട്ട് ഇപ്പം ഞമ്മക്കൊരു ഉപകാരം കിട്ടാനില്ലല്ലോ. അതേ സ്ഥാനത്ത് അൻവർ അഹമ്മദിന്റെ തല എവിടെയെങ്കിലും പണയം വെച്ചിക്കണമെങ്കിൽ അതൊരു അപകടം തന്നെയാണ് കേട്ടോ. മർക്കസ് പണയം വെച്ചിക്കണമെങ്കിൽ അത് റിലീസ് ചെയ്യാനും മർക്കസിന്റെ കമ്മിറ്റിക്കാർക്ക് ഉത്തരവാദിത്തമുള്ളൂ. ഓലെന്താ വെച്ചാൽ ചെയ്തോട്ടെ, അതിൽ നിങ്ങൾ ബേജാറാകണ്ട. അതുപോലെ തീരുമാനം എടുത്തോളൂ. അത് അൻവർ അഹമ്മദിന്റെ തല എവിടെയെങ്കിലും മുജാഹിദ് സെന്ററിൽ കൊണ്ടുപോയിട്ട് പണയം വെച്ചിക്കണമെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ എന്താക്കുക, ചിന്തിക്കുക. നമ്മളെ തല അവിടെ ഇവിടെയും കൊണ്ടുപോയി പണയം വെച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ദുഃഖം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അത് മാത്രമാണ് എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മളെ KS ഉസ്താദൊക്കെ താഴെ ഉണ്ട്. ആദർശ വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല നല്ല ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരിൽ നിന്ന് നല്ല നല്ല മറുപടികളും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാക്സിമം സാഹചര്യം ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, മൈക്ക് ഫ്രീ. എന്റെ തല ഞാൻ പണയം വെക്കാത്തത് കൊണ്ടാണ് ഞാനൊരു മുജാഹിദായത്. പണയം വെച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ മുടിയും വെള്ളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഓക്കെ സാർ, ഞാൻ ആരും ഇല്ലാതായപ്പോൾ ഒന്നാണ് ഒരു ചോദ്യമുണ്ട് സാർ. അതായത് പിന്നെ വഹാബികൾ ഇപ്പോൾ ഇന്നലെ ഒരു വഹാബിയായിട്ട് ഇതുപോലെ സംസാരിച്ചപ്പോൾ ഒരു വഹാബി പറഞ്ഞു, നബിയിമാമി പറയുന്നൊക്കെ നിങ്ങൾ സ്വീകരിക്കോ, അങ്ങനെയെങ്കിൽ റസൂലുള്ളാഹിന്റെ മാതാപിതാക്കള് മുശ്രിക്കീങ്ങളാന്ന് നബി ഇമാമ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള രൂപത്തിൽ ചോദ്യം ചോദിച്ചു. അതിൽ വല്ല കയമ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു സാർ ഞാൻ മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വഹാബികൾക്ക് ഒരു അവസരം കിട്ടി അപ്പൊ ചോദിക്കണ ചോദ്യമാണ്, റസൂലുള്ളാഹിന്റെ മാതാപിതാക്കൾ നരകത്തിലാണോ? അതിന്റെ മുന്നേ അവനാന്റെ മക്കളെ മാതാപിതാക്കൾ നരകത്തിലാണോ അല്ലേന്ന് ആലോചിക്കുക. അതാണ് നമ്മളെ പണി. എല്ലാ വഹാബികളോടും എനിക്ക് പറയാനുള്ളതാ. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അവനാന്റെ മക്കളെ മാതാപിതാക്കളുണ്ടല്ലോ, അവനാന്റെ മാതാപിതാക്കളല്ല, അവനാന്റെ മക്കളെ മാതാപിതാക്കൾ, അത് ഒരു നരകത്തിലാണോ അല്ലേന്ന് ആലോചിക്കുക. അതാണ് നമ്മളെ പണി. അല്ലാതെ റസൂലുള്ളാഹിന്റെ മാതാപിതാക്കളെ കുറിച്ച് നമ്മൾ വെറുതെ ചർച്ച ചെയ്യേണ്ട ആവശ്യം എന്താ? അത് വെറുതെ ചർച്ച ചെയ്തിട്ട് സമയം കളയേണ്ടതില്ല എന്ന് നമ്മൾ ആദ്യം വഹാബികളോട് പറയാം കേട്ടോ. പിന്നെ നേവി ഇമാമ് എന്ത് പറഞ്ഞാലും നിങ്ങൾ സ്വീകരിക്കുമെന്ന ഈ ചോദ്യമൊക്കെ ചോദിക്കണ കേട്ടാല് ഇവർക്ക് ഷാഫി മദ്ഹബിനെ കുറിച്ചൊന്നും ഒരു പിടുത്തമില്ല എന്ന് മനസ്സിലാക്കാം കേട്ടോ. നേവി ഇമാമ് എന്ത് പറഞ്ഞാലും സ്വീകരിക്കണം എന്നതല്ല ഷാഫി മദ്ഹബ്, മനസ്സിലാക്കിക്കോളൂ. നേവി ഇമാമ് ഷാഫി മദ്ഹബില്
വളരെ പ്രഗത്ഭനും വളരെ പ്രാധാന്യവുമുള്ള ഒരു പണ്ഡിതനാണ്. പക്ഷെ ചിലപ്പോൾ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഷാഫിഈ മദ്ഹബിലെ മുഅ്തമദായ മദ്ഹബിലെ കാഴ്ചപ്പാടിന് എതിരായ ചില അഭിപ്രായങ്ങൾ പറയും. അതിനാണ് നബി ഇമാമിന്റെ മുഖ്താർ എന്ന് സാങ്കേതികമായി പറയുക. അങ്ങനെ പറയുന്നതിന് ചില കാരണങ്ങൾ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാകണമെങ്കിൽ മദ്ഹബിന്റെ ഇസ്തിലാഹ് പഠിക്കണം. അത് പോയിട്ട് ജറിന്റെ അർഫ് വരെ തയ്ച്ച് പഠിക്കാത്ത മൗലവിമാർക്ക് എന്ത് മദ്ഹബിന്റെ ഇസ്തിലാഹ്? അത് പോട്ടെ, അപ്പൊ നമ്മളെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് അവരുടെ സ്ഥാനം സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല എന്ന് പണ്ഡിത ലോകത്ത് അഭിപ്രായമുണ്ട്, ശക്തമായ അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖാദി അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് അവർ നരകത്തിലാണെന്നോ അവർ മുശ്രിക്കുകളാണെന്നോ അങ്ങനെയുള്ള വല്ല പരാമർശവും നടത്തുന്ന ആളുകളെ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. കാരണം അള്ളാഹുവിനെയും റസൂലിനെയും ബുദ്ധിമുട്ടിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ലഅനത്തുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ലഅനത്തിന്റെ അർഹരാണ് അവര് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ആരും ഇതിൽ നിന്ന് മാറിയിട്ട് പറയാറില്ല, അവരത് പറയുകയുമില്ല. അങ്ങനെ വല്ല ഇബാറത്ത് എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോഴേക്ക് ചാടി വീണ് അതിട്ട് ഓടി വരും വേണ്ട. അതൊന്നും ആ പറഞ്ഞതിന്റെ പൊരുളെന്താണ് എന്ന് മനസ്സിലാകാത്തത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, ഞാൻ മൈക്കൂട്ടും. മനസ്സിലാകാത്തത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, ഞാൻ മൈക്കൂട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ് ഉസ്താദ്, ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. ഉസ്താദ് പോകല്ലേ കേട്ടോ, ഉസ്താദ് പോകല്ലേ. ഞാൻ ഇത് പറഞ്ഞപ്പോഴേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, എത്രയെങ്ങാം വിഷയങ്ങൾ ഇപ്പോൾ സ്കൂൾ റിസർട്ട് ഉസ്താദ് പറഞ്ഞതുപോലെ എത്രയെങ്ങാം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. ഉസ്താദ് പറഞ്ഞതുപോലെ അവനവന്റെ കാര്യം തീരുമാനമാക്കിയിട്ടില്ല. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ നരകത്തിലാണ്, ഉപ്പ കാഫിറാണ്, മഅദല്ലാഹ്, ഇത് പറഞ്ഞ് നടക്കുന്നത്. ഇന്നല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയോട്ടെ, ലോകത്തിന് ആകമാനം റഹ്മത്തായി അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ള മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 10 മാസം കിടന്നിട്ടുള്ള ആ ഗർഭപാത്രം അത് നരകത്തിലാണ് ഇപ്പോൾ. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, എന്തൊരു ന്യായാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 10 മാസം കിടന്ന ആ ഗർഭപാത്രവും ഗർഭപാത്രത്തിന്റെ ഉടമയായ പ്രിയപ്പെട്ട മാതാവും നരകത്തിലാണ് ഇപ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കണ്ടിട്ട് പോലുമില്ലാത്ത, എന്നാൽ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുള്ള തന്റെ പ്രിയപ്പെട്ട പിതാവ്, ആ പിതാവും നരകത്തിലാണ് ഇപ്പോൾ. ഇല്ല, ഈ ഒരു അവസ്ഥ സത്യത്തില് എന്താണ്, അവരെ കുറിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റുക? അതിന് ആയത്ത് കൊണ്ടുവരിക, അതിന് ഹദീസ് കൊണ്ടുവരിക, എന്നിട്ട് ദുർവ്യാഖ്യാനം നടത്തുക. എന്താ പ്രശ്നം? ഇതിൽ നമുക്കൊന്നുമില്ല. ഇത് ചർച്ച ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാനുണ്ട് ഇവിടെ? ഇപ്പൊ അസി ഇവിടെ ചോദിച്ചു, അസി നിങ്ങളിപ്പോ ഈ വിഷയത്തില് അവരായിട്ട് സംസാരിക്കുമ്പോ അതിൽ ഒന്നിരിക്കൽ അവർക്ക് ഉപകാരം വേണം, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരമുള്ള വിഷയമായിരിക്കണം, അല്ലെങ്കിൽ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരം വേണം. ഇത് രണ്ടും ഇല്ല. ആകെ കിട്ടുന്ന ഒരു ഉപകാരം എന്താ? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറച്ച് വേദനിപ്പിക്കാൻ പറ്റും. കാരണം അവിടുന്ന് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന തന്റെ മാതാപിതാക്കൾ അവര് നരകത്തിലാണ്, കാഫിറാണ് എന്ന് പറഞ്ഞു നടക്കലുകൊണ്ട് കിട്ടണ മെച്ചം ഇപ്പൊ അതാ. ഇല്ല, ആ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ സ്വർഗത്തിലാണ് എന്നും സത്യവിശ്വാസികളാണ് എന്നും പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പ്രസ്താവിച്ച വസ്തുതയാണ്.
അതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ഒരു ചർവണം ആ വിഷയത്തിൽ നടത്തിയിട്ട് നമ്മുടെ ആക്ഷേപത്തിനെ കേടുവരുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ വിഷയത്തിൽ പറയാനുള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലാവുന്നിടത്തോളം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചും മാതാവിനെ കുറിച്ചും പരിശുദ്ധ ഖുർആനിൽ അവരൊക്കെ മഹാന്മാരാണ്, മഹദിയാണ് എന്ന് വളരെ പച്ചയായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്രൈസ്തവര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്ത്, മുഹമ്മദ് നബിന്റെ മാതാപിതാക്കളൊക്കെ നരകത്തിലല്ലേ? എങ്ങോട്ട് തന്നെ പഠിപ്പിക്കണം എന്താ, മുഹമ്മദ് നബിന്റെ മാതാപിതാക്കളൊക്കെ നരകത്തിലാണ്. എന്നാലോ ഞങ്ങള് ജീസസിന്റെ മാതാവ് സ്വർഗാവകാശിയാണ്, നിങ്ങളെ ഖുർആൻ തന്നെ പറയണ്ടല്ലോ എന്ന് പറയുമ്പോൾ നാക്കു കൊഞ്ഞിച്ച് പോരേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ പാതിരിപ്പട എന്നേ പറയാൻ കഴിയൂ. പരിശുദ്ധമായ ഖുർആൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സവിസ്തരം പച്ചയായി പ്രഖ്യാപിച്ച കാര്യമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം അതത്രയും സ്വാലിഹീങ്ങളിലൂടെ, മഹാന്മാരിലൂടെ, മഹദികളിലൂടെ മാത്രമായിരുന്നു എന്നത് ഖുർആന്റെ അസന്നിഗ്ധ പ്രഖ്യാപനമാണ്. അതിനെതിരെ പിന്നെ ഈ കൊഞ്ഞനം കുത്തുന്നതൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ മോശാക്കാനും റസൂലുള്ളാഹിന്റെ മാതാപിതാക്കളെ താറടിച്ച് കാണിക്കാനും മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദ്യകർത്താക്കൾ ആരും ഇല്ലേ? പിന്നെ നേരത്തെ ഏതോ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു, മറ്റേ ബാറക്കല്ലാന്നും അതുപോലെ തന്നെ മാഷാ അല്ലാഹ് എന്നൊക്കെ എഴുതുന്നത് സുന്നിയുടെ പരക്കൊക്കെ എഴുതലുണ്ട്. മുജാഹിദീങ്ങൾ എഴുതലില്ല? മുജാഹിദീങ്ങൾ എഴുതലില്ലേ? മുജാഹിദീങ്ങൾ എഴുതലുണ്ടോ സുഹൃത്തുക്കളെ? അറിയുന്ന ആൾക്കാരൊന്നും പ്രതികരിക്കും. മുജാഹിദീങ്ങൾ ബാറക്കല്ലാന്നും മാഷാ അല്ലാന്നൊന്നും എഴുതലില്ലേ? ഉണ്ടോ ഇല്ലയോ? ഞാൻ അറിയാനിട്ട് ചോദിക്കും. ഞാനൊക്കെ നിങ്ങളായിട്ട് വലിയ ബന്ധത്തിന് പോകാനില്ല, നിങ്ങളായിട്ട് ഞാൻ കണ്ടിരുന്നോ? മുജാഹിദീങ്ങൾ എഴുതലുണ്ടോ? എനിക്കറിയില്ല. നമ്മൾ അൻവർ അഹമ്മദൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എഴുതലുണ്ടോ? എനിക്കറിയില്ല. മുജാഹിദീങ്ങൾ എഴുതലില്ലെങ്കിൽ എഴുതിക്കോളി, കുഴപ്പമില്ല, എഴുതിക്കോളി. എല്ലാ മുജാഹിദീങ്ങളും എഴുതിക്കോളി. എന്ത് മാഷാ അല്ലാഹും ബാറക്കല്ലാഹും ഒക്കെ എഴുതിക്കോളി, അതിനൊന്നും കുഴപ്പമില്ല. കാരണം ഓരോ നേതാക്കന്മാരൊക്കെ അങ്ങനെ എഴുതാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. എഴുതണം എന്ന് പറഞ്ഞ ആൾക്കാരും അങ്ങനെ ചെല്ലണം, പറയണം, എഴുതണം എന്നൊക്കെ പഠിപ്പിച്ച ആൾക്കാരാണ് മുജാഹിദിന്റെ നേതാക്കന്മാരൊക്കെ. അതുകൊണ്ട് മാഷാ അല്ലാഹ് എന്ന് എഴുതിയാല് പിന്നെ മുജാഹിദീങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് അസർ ചെയ്യുന്നത് അതുകൊണ്ട് ഉപകാരം കിട്ടും. ആ കിട്ടുന്നത് ഭൗതികമായ രൂപത്തിലാണോ അഭൗതികമായ രൂപത്തിലാണോ അതൊക്കെ മുജാഹിദീങ്ങളുടെ ആഭ്യന്തര ചർച്ചയാണ്. നമ്മളെന്തിനാ അതിൽ ഇടപെടുന്നത്? മാഷാ അല്ലാഹ് ഇപ്പൊ എഴുതി കഴിഞ്ഞാല് അതുകൊണ്ട് ഉപകാരം കിട്ടുന്നതാണ് മുജാഹിദിന്റെ ഇമാമിയങ്ങളൊക്കെ പറയുന്നത്. മുജാഹിദിന്റെ ഇമാമിയങ്ങളൊക്കെ സുന്നികള് വേറെ ഇട്ടാ. പക്ഷേ ആ ഉപകാരം കിട്ടുന്നത് ഇപ്പൊ ശത്രുവിനെ തൊട്ട് തടയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിനെ ശത്രുവിനെ തടയുന്നത് അത് ഭൗതികമായ രൂപത്തിലാണോ അഭൗതികമായ രൂപത്തിലാണോ അതൊന്നും നമുക്കറിയില്ല. അതൊക്കെ മുജാഹിദിനോട് ചോദിക്കണം. പക്ഷെ സംഭവം എഴുതിയാൽ കൂലി കിട്ടും, അതുപോലെ തന്നെ എഴുതിയാൽ ഉപകാരം കിട്ടും എന്നൊക്കെ അവര് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അൽവാബുൽ സയ്യിബ് ഇബ്നു തൈമിയ്യ എഴുതിയിട്ടുണ്ട്, ദാതുൽ മആദ് ഇബ്നു ഖയ്യിം എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ തഫ്സീറുൽ ഖുർആൻ ഇബ്നു ഉസൈമീൻ എഴുതിയിട്ടുണ്ട്, പിന്നെ ഇബ്നു കസീർ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അൻവർ അഹമ്മദ് ഒക്കെ എഴുതിക്കൊള്ളേട്ടാ, മാഷാ അല്ലാഹ് എന്നും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നും അതുപോലെ തന്നെ ബാറക്കല്ലാഹ് എന്നും ഒക്കെ എഴുതി വെച്ചോളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ചോദ്യകർത്താക്കൾക്ക് മൈക്കിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ നേരത്തെ പറഞ്ഞ ചർച്ച പലിശയുടെ ചർച്ചയായിരുന്നു പൊട്ടൻ ഉസ്താദ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതായത് തെക്കൻ കേരളത്തിലുള്ള ഒരു പണ്ഡിതന്റെ ഒരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കാനിടയായി. അപ്പോൾ അദ്ദേഹം ബാക്കിയാത്തിലൊരു മുൻ മുദരിസായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിനോടൊരു ചോദ്യം വന്നു ക്ലാസ്സിൽ വെച്ചിട്ട്, അതായത്
ഒരു ഘട്ടത്തിൽ കുടുങ്ങിയ അവസ്ഥയിൽ ബാങ്കിൽ പണയം വെച്ചും അങ്ങനെ പലിശ കയ്യിൽ കുടുങ്ങി. അത് സൗണ്ട് ഒന്നുകൂടെ കൂട്ടാം. അത് തെക്കൻ കേരളത്തിലെ ഒരു പണ്ഡിതന്റെ ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കാൻ ഇടയായി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചു പലിശയുമായി ബന്ധപ്പെട്ട്. അതായത് നമ്മൾ കുടുങ്ങിയ അവസ്ഥയിൽ പലിശ കയ്യിൽ വന്നു, അങ്ങനെ ആ പലിശ എന്ത് ചെയ്യണം? അത് ബാങ്കിന് വിട്ടുകൊടുക്കണോ അതല്ല അത് എടുത്ത് ഉപയോഗിക്കണോ? അപ്പം അദ്ദേഹം പറഞ്ഞത് ആ പലിശ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ, ബാങ്കിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് ബാങ്ക് വീണ്ടും ഉപയോഗിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സി കെ ആറ്റുപുറം അതോ സി കാട്ടുപുറം എന്തോ ആണ് അദ്ദേഹത്തിന്റെ ഐ ഡി. സി കെ ആറ്റുപുറം എന്നാണോ അതോ പാടും. എന്തായാലും സുഹൃത്തെ കരളെ കേൾക്കുന്നില്ല, ഒരു ഐഡിയയും കിട്ടുന്നില്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് ഉസ്താദ് കോട്ടൂർ ഉസ്താദ് അതിന് മറുപടി പറയും, പക്ഷെ ഉസ്താദ് കേൾക്കണ്ടേ? ഉസ്താദ് കേൾക്കാൻ സാധ്യത കാണുന്നില്ല. ഞാൻ തന്നെ ഹൈ സൗണ്ടിലൊക്കെ വെച്ചിട്ടും വളരെ ചെറിയ സൗണ്ടേ വരുന്നുള്ളൂ. സിസ്റ്റത്തിലോ ആരുടെ സിസ്റ്റത്തിൽ കുറച്ചാണ്? എൻ്റെ സിസ്റ്റത്തിൽ സൗണ്ട് ഫുള്ളാണല്ലോ. ഞാൻ ഒരു സിസ്റ്റത്തിൽ കൂട്ടാണ് നമ്മുടെ CKB പറയുന്നത്. അങ്ങനെ ഓക്കെ 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 ഒന്ന് ശബ്ദം കൂട്ടാം. പിന്നെ പലിശയായിട്ട് സംബന്ധിച്ച വിവരം ഉസ്താദ് പറഞ്ഞു. ഉസ്താദിന് ഈ ഖലീജി ബാങ്കിന്റെ അഥവാ മറ്റുള്ള രാജ്യങ്ങളുടെ ബാങ്കുകൾ, ആ ബാങ്കുകളിൽ എവിടെയെങ്കിലും പലിശ രഹിത ബാങ്കുകൾ ഉണ്ടോ എന്നത് ഉസ്താദിന് അറിയില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ അങ്ങനെ ഒരു പലിശ രഹിത ബാങ്ക് ഉള്ളതായിട്ട് ഞാനും അറിഞ്ഞിട്ടില്ല. പലിശ അറിഞ്ഞിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എല്ലാ ബാങ്കും പിന്നെ നമ്മൾ പോയി ഇതൊന്നും എടുത്തതല്ല, അള്ളാഹുവാനും അറിയില്ല. അങ്ങനെ ഉള്ളതായിട്ട് അറിവിൽപ്പെട്ടിട്ടില്ല. പിന്നെ പലിശ എന്താണ് അത് ഉസ്താദ് പറഞ്ഞു. എന്താണ് പലിശ? നമ്മളിപ്പോ കുറച്ച് പൈസ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇത്ര കൂടുതൽ തരും എന്ന ഷർത്ത് വെച്ചുകൊണ്ട് നിബന്ധന അത് ബാങ്കുകളിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന ബാങ്കുകൾ ഓക്കെ നടക്കുന്ന ബാങ്കുകൾ ഏതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പലിശ ഉള്ള ബാങ്കുകളാണ്. നിങ്ങളിപ്പോ ഒരു ലോൺ എടുത്തപ്പോൾ നിങ്ങൾ എടുത്ത കാശ് മാത്രം പിന്നെ ഗഡുക്കളായിട്ട് നിങ്ങൾക്കൊരു സഹായം എന്നുള്ള രൂപത്തിൽ വല്ല ബാങ്കുകളും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എടുത്ത കാശ് മാത്രം തവണകളായി കുറച്ച് ചേക്ക് അടച്ചു തന്നാൽ മതി. ഇത് നിങ്ങൾക്കുള്ളൊരു സഹായമാണ്. ഈ ലോണ് ഏത് പിന്നെ 100% ഇൻട്രസ്റ്റ് ഫ്രീ ആണ്, ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ്. അങ്ങനെ വല്ല ബാങ്കുകൾ ഉണ്ടെങ്കിൽ അത് അനുവദിക്കുകയും ചെയ്യും. അതേ സ്ഥാനത്ത് അതിന് എന്തെങ്കിലും കൂടുതൽ പൈസ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, വേറെ എന്തായാലും ശരി, എന്തെങ്കിലും ഒന്ന് കൂടുതൽ നിബന്ധന വെച്ചുകൊണ്ട് ചെയ്യുന്ന ഇടപാടാണെങ്കിൽ അത് പലിശയുടെ അണ്ടറിൽ വരുന്നതാണ് എന്നാണ് അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അള്ളാഹു ഈ കൂടുതൽ വിശദീകരണം വല്ലതും വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് സൗണ്ട് ഒന്ന് കൂടുതൽ പിന്നെ വോളിയം ഒന്ന് പിന്നെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്തതിനു ശേഷം ജോലിക്ക് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. കോട്ടൂർ ഉസ്താദ് നേരത്തെ പലിശയെ കുറിച്ചിട്ടുള്ള മറുപടി പറഞ്ഞിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സംശയമുണ്ടായിരുന്നു, അതാണ് ചോദിക്കുന്നത്. അതായത് ഞാൻ ഒരു പണ്ഡിതന്റെ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. പലിശയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ളൊരു ക്ലാസ് ആയിരുന്നു അത്. ബാക്കിയാത്തിലെ ഒരു മുൻ മുദരിസായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഒരു മുദരിസ് ഒരു ചോദ്യം ചോദിച്ചു. അതായത് ഇപ്പോൾ വളരെ അത്യാവശ്യമായൊരു ഘട്ടത്തിൽ ഒരാൾ ബാങ്കിൽ അങ്ങനെ പണയം വെക്കുകയോ ബാങ്കുമായിട്ട് സാധാരണ നമ്മുടെ നാട്ടിലുള്ള പലിശ ഉള്ള ഒരു ബാങ്ക്, സാധാരണ നമ്മുടെ കാനറ ബാങ്ക്, SBI പോലത്തെ അങ്ങനെ ഏതെങ്കിലും ഒരു ബാങ്കിൽ, പലിശ അധിഷ്ഠിത ബാങ്കിൽ ഒരു ഇടപാട് നടത്തുകയും അങ്ങനെ അദ്ദേഹത്തിന്
വളരെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അങ്ങനെ കയ്യിൽ പലിശ വരികയും ചെയ്തു, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പലിശ വരികയും ചെയ്തു. അപ്പോൾ ആ പലിശ എടുക്കാതെ അദ്ദേഹത്തിൻ്റെ പണം മാത്രം പിൻവലിച്ച് പലിശ ബാങ്കിന് വിട്ടുകൊടുക്കണോ അതല്ല ആ പലിശ തിരിച്ചെടുക്കണോ എന്ന ചോദ്യത്തിന് ആ പണ്ഡിതന് മറുപടി പറഞ്ഞ് ആ പലിശ ബാങ്കിന് വിട്ടുകൊടുത്താൽ ബാങ്ക് അത് വീണ്ടും ഉപയോഗിച്ച് വീണ്ടും പലിശ ഇരട്ടി പലിശയായിട്ട് മറ്റൊരാൾക്ക് കടം കൊടുക്കും, അപ്പം വീണ്ടും അയാൾ കുറ്റക്കാരനാകും. അതിനാൽ ആ പലിശ പിൻവലിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ആ പലിശ കൊടുക്കുക. പക്ഷെ അത് പലിശയാണെന്ന് ആ കിട്ടുന്ന ആൾക്ക് അറിയാൻ പാടില്ല, അപ്പോൾ അദ്ദേഹത്തിന് സ്വീകരിക്കൽ ഹറാമായിരിക്കും. മറിച്ച് അത് സദഖയാണെന്നും കരുതാൻ പാടില്ല, നഖലുൽ യദ് എന്ന നിലക്ക് അത് കൊടുക്കണമെന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ തന്നെയാണോ വേണ്ടത്? അതിലൊരു ക്ലാരിഫിക്കേഷൻ ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇങ്ങനെ കുടുങ്ങിയ ഘട്ടത്തിൽ ഇങ്ങനെ പൈസ കയ്യിൽ വന്നാൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അതിന് നമ്മുടെ ഇമാമിങ്ങളൊരു വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഉസ്താദിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കാം. പലിശ ഇടപാട് തന്നെ ഒഴിവാക്കുകയാണ് വേണ്ടത്. പലിശ വാങ്ങലും വാങ്ങാതിരിക്കലും എന്നതിൻ്റെ പുറമെ പലിശ വ്യവസ്ഥ ചെയ്യുന്ന ഇടപാടുകളിൽ പങ്കെടുക്കുക എന്നത് തന്നെ ശറഈന്റെ കാഴ്ചപ്രകാരം തെറ്റായ ഒരു നടപടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് അയാൾ അത്തരം ഇടപാടുകൾ പങ്കെടുത്തു എന്നതൊന്നും വിശദീകരിക്കാത്ത സ്ഥിതിക്ക് കയ്യിൽ വന്നു വിട്ടുപോയ കാശ് അത് പലിശയുടേതാണെങ്കിൽ അത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം, അല്ലേ? കയ്യിൽ വന്നു പോയത് പലിശയുടേത് കാശ് അങ്ങനെ വന്നു വിട്ടുപോയാൽ അതെന്ത് ചെയ്യാൻ പറ്റും? അതിന് മറുപടി അത് നമ്മുടേതല്ല എന്ന് നമുക്ക് ഉറപ്പാണ്, അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റൂല. ബാങ്കിൻ്റെതുമല്ല, പിന്നെ ആരുടേതാണ് അത് നമുക്കൊട്ട് അറിയൂല. ആരുടേതാണ് എന്ന് നമുക്കൊട്ട് അറിയുകയുമില്ല. അപ്പോ സത്യത്തിൽ അത്തരം കാശുകൾ ആരുടേതാണ് എന്ന് കണ്ടെത്താനുള്ള സാധ്യത ഉള്ളതാണെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കണം എന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ബാങ്കിൽ നിന്ന് കിട്ടുന്ന കാശ് ആരുടേതാണെന്ന് കണ്ടെത്തുക സാധ്യമല്ല. അങ്ങനെ സാധ്യമല്ലാത്ത ഒരു കാശ് മുസ്ലിമീങ്ങളുടെ പൊതു മസ്ലഹത്തിന് വേണ്ടി വിനിയോഗിക്കാം, ഉടമസ്ഥനെ അറിയാത്ത മുതൽ എന്നാണ് വ്യവസ്ഥ. പക്ഷെ അത് കാശ് കൈവശമുള്ളവൻ സ്വന്തം ചെയ്യേണ്ട ഒരു കാര്യമല്ല, നേരെ മറിച്ച് ഖാദി മുഖേന ചെയ്യേണ്ട ഒരു നടപടിക്രമമാണത്. അപ്പൊ ആർക്കെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതല്ല. മുസ്ലിമീങ്ങളുടെ പൊതു മസ്ലഹത്ത് നോക്കുന്ന ഒരാളാണല്ലോ ഖാദി. അങ്ങനെ ഒരു ഖാദിയെ അത് ഏൽപ്പിക്കുകയും അദ്ദേഹം മുസ്ലിമീങ്ങളുടെ പൊതു മസ്ലഹത്തിൽ ഏറ്റവും ആവശ്യമായ മാർഗം ഏതാണോ അതിൽ അത് വിനിയോഗിക്കുകയും ചെയ്യുക എന്നതാണ് കർമ്മശാസ്ത്രപരമായി പിന്നെ അതിൻ്റെ നിയമം. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. ചില ആളുകൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് PM അടിക്കുന്നുണ്ട്. മാക്സിമം മൈക്കിലൂടെ ചോദിക്കാൻ ശ്രമിക്കുക. ഓക്കെ, മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പലിശയുമായി ബന്ധപ്പെട്ട് ഞാനൊരു വാതിൽ കേട്ടത്, ആ ബാങ്കിൽ നിന്ന് പലിശ തിരിച്ചടക്കാനുള്ള ആൾക്ക് കൊടുക്കാമെന്നാണ്. അത് വല്ല ഹിന്ദുവോ അങ്ങനെയുള്ള ആർക്കെങ്കിലും കൊടുക്കാമെന്നാണ്. അത് ശരിയാണോ എന്നറിയാം. ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അതാണ് അതിൻ്റെ ശരിയായ വശം. പിന്നെ അതിന് വിരുദ്ധമായി എവിടുന്നെങ്കിലും വഴതോ പ്രസംഗമൊക്കെ കേട്ടാൽ എന്താക്കുക, അത് പറയുന്ന ആളുകളോട് തന്നെ അത് കൂടുതൽ അന്വേഷിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ അതിൻ്റെ നിയമം ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, അല്ല ഇതിപ്പോൾ നല്ല ഇടങ്ങാറായല്ലേ, എല്ലാവരും അങ്ങോട്ട് PM അടിച്ചുകൊണ്ടിരിക്കുകയാണ് പല ചോദ്യങ്ങളും ചോദിച്ചിട്ട്. അങ്ങനെ ആകുമ്പോൾ
ഈ മൈക്കിൽ വരുന്ന ചോദ്യത്തിന് ആൻസർ പറഞ്ഞതിനെ തടസ്സം ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ആരും ദയവ് ചെയ്ത് PM ചെയ്യരുത്. PMൽ ചോദിക്കൽ അത്യാവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞിരിക്കുന്ന സമയത്താകലാണ് അഭികാമ്യം. ഓക്കെ, മൈക്ക് ഫ്രീ. ഇല്ല ശ്രദ്ധല്ല, ഇപ്പൊ നമ്മ സൗദിന്ന് അയക്കുന്നല്ലേ പൈസ, അപ്പൊ അത് ബാങ്കിൽ 1 കൊല്ലം 2 കൊല്ലം ഉണ്ടായാല് അതിന് പലിശ ആയിട്ട് കിട്ടുമല്ലോ ഉസ്താദ്. 1 ലക്ഷം 2 ലക്ഷം ഉണ്ടായാല് അതിനെന്ത് സംഭവം? അതിന് പലിശ ആയിട്ടുണ്ടോ? ചിലപ്പോ അതറിയില്ല എത്ര ഉണ്ടാകുന്നുണ്ടോ, അതിന് കിട്ടുന്നത്. അതെന്ത് ഉസ്താദ് എന്ന് പറയും? സോറി, നിങ്ങൾ ചോദിച്ചത് ഒന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് നിങ്ങളെ മൈക്കിന്റെ വിഷയമാണോ അതല്ല ഭാഷയുടെ പ്രശ്നമാണോ? അതായത് നിങ്ങളെ ഭാഷന്റെ പ്രശ്നമല്ല, നിങ്ങൾ പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്നാലും ഭാഷ മലയാളം തന്നെ ആയാലോ പറഞ്ഞിട്ടുണ്ടാകുക, അപ്പൊ കുറെയൊക്കെ മനസ്സിലാകലുണ്ട് ഏത് ഭാഷ. പക്ഷെ മൈക്കിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഒന്നും ശരിക്കും മനസ്സിലാകണമെന്നല്ലേ? അതുകൊണ്ടാണ്. അപ്പോൾ മൈക്ക് ഒന്നുകൂടി ക്ലിയർ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ചോദിച്ചു നോക്കുക. മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഇപ്പൊ നമ്മളെ ഇപ്പൊ സൗദിന്ന് എല്ലാം അയക്കുവരല്ല ആൾക്കാർ പൈസ അയക്കും നാട്ടിലേക്ക്. അപ്പൊ ബാങ്കിലുണ്ടാവും 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം ആയിട്ട്. ചിലപ്പോ ആ ടൈമിൽ ആ പലിശക്ക് പലിശ ഉണ്ടാവില്ല. പലിശ അതിൽ കഴിച്ചിട്ട് കിട്ടുമല്ലോ കൂടിക്ക്. 1 ലക്ഷത്തിന് ചിലപ്പോൾ അതിലേക്ക് എത്ര കൂടുന്നു അത്ര കൂടും. 1 കൊല്ലത്തിന് 2 കൊല്ലത്തിന് ചില 2 ലക്ഷം അയച്ചിട്ടുണ്ടായാലും അത്ര അതിലേക്ക് കൂടുന്നു കൂടും. ആ പൈസ അതിനുള്ള പലിശ അല്ല. അതെന്ത് സംഭവം അതിലേക്ക് സംഭവം ഉണ്ടാക്കുക? സൗദികളിൽ എല്ലാവരും ഇപ്പൊ അജ്നബി എല്ലാം കടത്തും നാട്ടിലേക്ക്. അപ്പൊ കടത്തും ആ പൈസ ഉണ്ടാവല്ലോ. അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട് സാർ. ഒന്ന് ഇപ്പൊ മനസ്സിലായി. മംഗലാപുരത്താണ്, അതുകൊണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും വർത്തമാനത്തിന് മലയാളം സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ നിയമമാണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞത്. അങ്ങനെ പലിശയുടെ മുതൽ വരാൻ പാടില്ല. അഥവാ അവിചാരിതമായി നമ്മുടെ കയ്യിൽ അത് വന്ന് പെട്ടുപോയി എന്നാൽ അതെന്ത് ചെയ്യണം എന്നതാണ് ഇതുവരെ പറഞ്ഞത്. നമുക്ക് അവകാശമില്ലാത്തത് കൊണ്ട് നമ്മളത് എടുക്കാൻ പറ്റൂല. മറ്റാർക്കെങ്കിലും അവകാശമില്ലാത്തത് കൊണ്ട് അവർക്ക് കൊടുക്കാനും പറ്റൂല. നമുക്ക് അവകാശമില്ലാത്തൊരു സാധനം ദാനം ചെയ്യാനും നമുക്ക് പറ്റൂലല്ലോ. അതുകൊണ്ട് ആ കാശിന്റെ ഉടമ ആരാണെന്ന് നമുക്കറിയാത്ത ഒരു കാശാണത്. അപ്പോൾ അത് മുസ്ലിമീങ്ങളുടെ പൊതു മസ്ലഹത്തിൽ ഏറ്റവും അഹ്വജായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കണം എന്നാണ് നിയമം. പക്ഷെ അത് നമ്മൾ നേരിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയല്ല. നേരെ മറിച്ച് അത് ഖാദി മുഖേന ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പൊ അത് ഉത്തരവാദിത്വമുള്ള ഒരു ഖാദിയെ ഏൽപ്പിക്കുക, അയാളത് മുസ്ലിമീങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നതാണ് നിയമം. ഇനി ഇൻഷാ അല്ലാഹ് ഇച്ചോദ്യഞ്ഞ് കൂടുതൽ ആരും ചോദിക്കേണ്ടതില്ല. അതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയക്കാർക്കും ഇപ്പോൾ തന്നെ അതിന്റെ മറുപടി ആയിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, മൈക്ക് ഫ്രീ. അതെ, ഉസ്താദ് പറഞ്ഞ മനസ്സിലായി. അപ്പോൾ അത് ഉസ്താദ് പറഞ്ഞ് ഖാദിക്ക് കൊടുക്കണമെന്നാണ് പൊതു മസ്ലഹത്തിന് വേണ്ടി. അപ്പോൾ അത് ഇസ്ലാമിക ഭരണകൂടം ഇല്ലാത്തിടത്തും അങ്ങനെ ഖാദിനെ തന്നെയാണ് ഏൽപ്പിക്കേണ്ടത് ഒന്ന്. പക്ഷേ ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് നേരിട്ട് തന്നെ നമുക്ക് പാവപ്പെട്ടവർക്ക് ഒരു നഖ്ലുൽ യദ് എന്ന നിലക്ക്, അവരോട് പലിശയാണെന്ന് പറയാതെ നഖ്ലുൽ യദ് എന്ന നിലക്ക് സംഭവം ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അത് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഖാദി സിസ്റ്റം നമ്മുടെ നാട്ടില് ഇന്ന് ഇത്ര വ്യാപകമല്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യത്തിനുള്ള പ്രസക്തി വരുന്നത്. ഉണ്ടായിക്കോട്ടെ. ഖാദി സിസ്റ്റമൊക്കെ നമ്മളെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഖാദി ഇല്ലാത്ത പ്രദേശം ഏതാ ഉള്ളത്? അങ്ങനത്തെ ഒരു പ്രദേശം ഉണ്ടെങ്കിൽ ആദ്യം ഈ പൈസ കൊടുക്കണതിനും അവിടെ ഖാദി ഉണ്ടാക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഖാദി ഇല്ലാത്തൊരു പ്രശ്നം വന്നാൽ ഒരു നാട്ടിൽ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നം
ഖാദിയുടെ അഭാവത്തിലുണ്ടാവും. അതുകൊണ്ട് ഖാദി ഉണ്ടാകൽ ഒരു നാടിന് ആവശ്യമാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഖാദി ഉണ്ടാക്കുക. അഥവാ നമ്മുടെ നാട്ടിൽ ഖാദി ഇല്ല എങ്കിൽ ഖാദി ഉള്ള നാടുണ്ടാവുമല്ലോ, അവിടുത്തെ ഖാദിമാരെ ഏൽപ്പിക്കാവുന്നതാണ്, അതിനും വിരോധമില്ല. സക്കീർ ഉസ്താദ് പറഞ്ഞൊരു ചടങ്ങുകളുടെ ഖാദി ഉണ്ടൊരു ഖാദി ഉണ്ട്, ദറൂറത്തിൻ്റെ ഖാദി എന്നാണ് അതിന് പറയുക. ദറൂറത്തിൻ്റെ ഖാദി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ശരിയായ ഒരു ഖാദി ആകണമെങ്കിൽ അയാൾ മുജ്തഹിദാകണം എന്നാണ് വ്യവസ്ഥ.